പ്രിയമുള്ളവരെ, 2025 ജൂലൈ 16 നിമിഷപ്രിയയെ യമനിലെ കോടതി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. ഉത്തരവ് യമനിൻ്റെ തലസ്ഥാനമായ സനായിലെ ജയിലിലെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വാർത്തയിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. $1 മില്യൺ അഥവാ 8,57,00,000 രൂപ ദയാധനം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട യമൻ സ്വദേശിയുടെ ബന്ധുക്കൾ തയ്യാറാണ്. ഇതോടെ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള സാധ്യത തെളിയുകയാണ്. സന്തോഷമുള്ള വാർത്ത. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. 2009 മുതൽ യമനിലെ സനായിൽ നഴ്സ് ആയി ജോലി ചെയ്യുന്നു. 2014-15 കാലഘട്ടത്തിൽ യമൻ സ്വദേശിയായ തലാൽ അബ്ദു മെഹദിയുടെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക്ക് ആരംഭിക്കുന്നു. 2017 ജൂലൈയിൽ തലാലിനെ നിമിഷപ്രിയയും സഹപ്രവർത്തകയും കൊലപ്പെടുത്തുന്നു. മൃതശരീരം ചെറിയ കഷ്ണങ്ങളാക്കി ജലസംഭരണിയിൽ നിക്ഷേപിക്കുന്നു. മൃതദേഹത്തിൽ 100-ലേറെ കഷ്ണങ്ങളാക്കി എന്നാണ് റിപ്പോർട്ട്. ദുർഗന്ധം വമിച്ചതോടെ സമീപവാസികൾ പരാതിപ്പെടുന്നു. അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെത്തുന്നു. 4 ദിവസത്തെ പഴക്കമാണുണ്ടായിരുന്നത്. നിമിഷപ്രിയയെ അറസ്റ്റ് ചെയ്യുന്നു. വിചാരണ കോടതി തെളിവുകളുടെ സഹായത്തോടെ 2020 നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിക്കുന്നു. ഇതാണ് നിമിഷപ്രിയ കേസ്. നിമിഷപ്രിയക്ക് അർഹിച്ച ശിക്ഷയാണ് ലഭ്യമായതെന്ന് പലരും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് തലാലിനെ വകവരുത്തിയത് എന്നതാണ് നിമിഷപ്രിയയുടെ വാദം. തൻ്റെ ജീവനും മാനത്തിനും ഭീഷണിയായപ്പോഴാണ് തലാലിനെ വധിക്കേണ്ടി വന്നതെന്ന് നിമിഷപ്രിയ ജയിലിൽ നിന്നയച്ച കത്തിൽ പറയുന്നുണ്ട്. ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനവും തലാൽ സ്വന്തമാക്കിയിരുന്നു. കൂടാതെ നിരവധി പീഡനമുറകളും. യഥാർത്ഥത്തിൽ അത് സത്യമാവാനാണ് സാധ്യത. നല്ല വിവരവും വിദ്യാഭ്യാസവും യമനിലെ നിയമങ്ങളെക്കുറിച്ചുള്ള ധാരണയുമുള്ള ആളാണ് നിമിഷപ്രിയ. പ്രത്യേക സാഹചര്യത്തിൽ യാതൊരു നിവൃത്തിയും ഇല്ലാതെയാവാം തലാലിനെ വധിക്കാനുള്ള സാഹചര്യമുണ്ടായത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കാനുള്ള മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടും പിടിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാവാം ജലസംഭരണിയിൽ നിക്ഷേപിച്ചത്. ഏതായാലും നിമിഷപ്രിയക്ക് മോചനം ലഭ്യമാവും എന്നുള്ള വാർത്തകളാണ് ഈ നിമിഷങ്ങളിൽ പുറത്തുവരുന്നത്. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം മാപ്പ് കൊടുക്കുക എന്നതു മാത്രമാണ്. മുമ്പ് റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനും കുടുംബം ദയാധനം ആവശ്യപ്പെട്ടിരുന്നു. അത് 34 കോടിയായിരുന്നു. 8,57,00,000 രൂപ മലയാളിക്ക് പുല്ലാണ്. പണം സ്വരൂപിക്കാനുള്ള മാർഗങ്ങൾ വന്നാൽ നിമിഷനേരം കൊണ്ട് നമ്മളത് കളക്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുക തന്നെ ചെയ്യും. സ്വന്തം ജീവനും മാനവും രക്ഷിക്കാൻ പോരാടിയ ധീര വനിതയാണവർ. ഇതിനിടയിൽ വർഗീയ വിഷം ചീറ്റുന്ന കുറേ പേരുണ്ട്. അവരോട് ഒന്നേ പറയാനുള്ളൂ, പോയി പണി നോക്ക്.